എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് കുറച്ച് പൊടിക്കകത്ത് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് നമുക്ക് 2 ഉരുളക്കിഴങ്ങ്, ഉള്ളി ഇതും കൂടി എടുത്തൊരു ഇഷ്ടു പോലെ ഉണ്ടാക്കണം. അതിന് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ട് ഞാൻ ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. 15 മിനിറ്റ് കുഴച്ച് വെച്ചിട്ട് തന്നെയാണ് എടുത്തത്. പിന്നെ ഉരുളക്കിഴങ്ങ് ഉള്ളിയും കൂടെ ഒന്ന് വേവിച്ച് കടുക് വറുത്ത് അത്രയേ ഉള്ളൂ. പിന്നെ ഒരു കേരമീൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. കേരമീൻ എന്നൊക്കെ പറയും ഇവിടെ. അത് വാങ്ങിക്കൊണ്ടുവന്നത് ആ ചട്ടിയിലോട്ട് ഇട്ടിട്ടേ ഉള്ളൂ. ഇനി അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഞാനത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കുറച്ച് കപ്പയും കൂടി വാങ്ങിയിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. അതിലേക്ക് കുറച്ച് കൊച്ചുള്ളി, വലിയുള്ളി ആയാലും മതി, ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതെടുത്താൽ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാകും. ഞാൻ ചെറിയ ഉള്ളി ഉണ്ടായിരുന്നു, അതെടുത്തു ഇതാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി, കുറച്ച് പച്ചമുളകും കരിവേപ്പിലയും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചട്ടിക്കകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയിലേക്ക് ഒരു ഇത്തിരി ഉലുവ, അത് കയ്യിൽ ഞാൻ എടുത്ത് കാണിച്ചിട്ടുണ്ട്, അത്ര ഉലുവ ഇട്ട് കൊടുത്ത് പൊട്ടുക. അത് പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്ക് കാശ്മീരി ചില്ലിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആ പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിനകത്തോട്ട് ഞാൻ ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് ചൂടായി വന്നപ്പോഴത്തേക്ക് കുടംപുളിയാണ് ഇടുന്നത്. അപ്പോൾ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്ത് അങ്ങനെ നമ്മുടെ മീൻകറി നന്നായിട്ട് ഇവിടെ തയ്യാറാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. വീഡിയോ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉള്ളി ഇട്ട് കൊടുത്തത് തന്നെ കുറച്ച് കൂടുതൽ നേരം എടുത്ത്, അതാണ് ഇങ്ങനെ കൂടുതൽ നേരം അത് കാണുന്നത്. എടുക്കുന്ന സമയത്ത് എനിക്ക് ചെറിയ മിസ്റ്റേക്കൊക്കെ വരാറുണ്ട്, അത് നിങ്ങൾ ക്ഷമിക്കണം. എടുത്തത് തന്നെ ചിലപ്പോൾ ഒന്നും കൂടി വരാറുണ്ട് ചില സമയത്ത്. അത് കാണുന്ന നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണം. നമ്മുടെ മീൻകറി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മീൻകറി വയ്ക്കാൻ ഒരുവിധം എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ വെറുതെ ഒന്ന് കാണിക്കുകയാണ്, വെക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. അതൊക്കെ നന്നായിട്ട് പൊടികളെല്ലാം നന്നായി മൂത്ത് കഴിയുമ്പോഴത്തേക്ക് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായി തിളച്ച് മീൻകറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉള്ളത് കുറച്ച് കപ്പയാണ്. കപ്പ വേവിച്ചിവിടെ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കഴിക്കാനൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ട്, അതാണ് അങ്ങനെ കാണുന്നത്. നന്നായി വേവുന്ന നല്ല കപ്പയായിരുന്നു. പിന്നെ കുറച്ച് മീൻ അകന്നെടുത്ത് വറുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.